സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? കൈവക്കി. ഈ മഴയത്ത് നിങ്ങൾ ഇവിടെ വന്നിരിക്കണ്ടല്ലോ, അതൊക്കെ സമ്മതിക്കണം. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ. അതൊക്കെ കറക്റ്റായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. വൃത്തികെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം, ഏറ്റവും വൃത്തികെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. പക്ഷെ നല്ല ചോദ്യമാണ്, ചോദിക്കാൻ എനിക്ക് എളുപ്പ, നിങ്ങൾ കേട്ടിരിക്കാനും നിങ്ങൾക്ക് എളുപ്പ, പക്ഷെ ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? കൈവക്കി. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? കൈവക്കാൻ. അച്ഛന്മാർക്ക് എക്സെപ്ഷൻ ഉണ്ട്, നിങ്ങൾ അച്ഛന്മാരെ നോക്കണ്ട, നിങ്ങൾ എന്നെ നോക്കിയാൽ 2, 4, 6 ഈ സൈഡ് 6, 8. ഒരു ചേട്ടൻ 2 കൈ നോക്കിയിട്ടില്ല, പുള്ളിക്ക് 2 പ്രാവശ്യം കൊണ്ടുവരിക്കും. ഓക്കെ, അപ്പോൾ 6, 7, 8. ഇവിടെ സ്ത്രീകളും നോക്കട്ടെ, ഒരു സ്ത്രീകളൊന്നും പോണില്ലേ? സാധാരണ കുറെ ഭക്തജനങ്ങൾ ഉണ്ടാവണതാ. 2, 4, 6, 8, 9, 10. ചേച്ചിയൊക്കെ പോവോ? കണ്ടിട്ട് തോന്നണില്ല. കൊയറ് പോകണ്ടേ? വിളിച്ചാൽ മാത്രം മതിയോ? ഓക്കെ, എത്ര പേര് കൊണ്ട്? ഒറ്റണം പോടില്ല. ഓക്കെ, പാട്ട് മാത്രമേ ഉള്ളൂ, പോടില്ല. ഞാൻ ഈ ചോദ്യം ചോദിച്ചെന്താണെന്നറിയോ? എന്റെ പൊന്നടവേ, നിങ്ങൾ എന്തോരം കൺവെൻഷന് മക്കളെ താത്തിക്കോ, ആർത്തിക്കൊണ്ട് പോകണ്ട. ആഗ്രഹമുള്ളവർ നോക്കിയേ, സ്വർഗത്തിൽ പോകണം ആഗ്രഹമുള്ളവർ കൈ നോക്കിയേ, അതുമില്ല. എങ്കിലും ഇരുന്നാതെ ഇപ്പൊ കൊണ്ടോ ഈ പോക്കിന് നേരെ പോകും സ്വർഗത്തിൽ. എന്റെ പെണ്ണടവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോരം കൺവെൻഷൻസ് നമ്മൾ കൂടണേ. ഇതെന്ന് തുടങ്ങിയ പരിപാടി ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ മഴയത്ത് നിങ്ങൾ വന്നല്ലോ, സമ്മതിക്കണം കേട്ടോ. ഈ മഴയത്ത് നിങ്ങൾ ഇവിടെ വന്നിരിക്കണ്ടല്ലോ, അതൊക്കെ സമ്മതിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോരം ധ്യാനങ്ങളും കൺവെൻഷനും നമ്മൾ കൂടണേ. നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണ്ട? ഉത്തരം വിട്ടില്ല. ചിലത് ചോദിക്കുമ്പോ എല്ലാത്തിനും നല്ല. ഞാൻ കാര്യമായിട്ട് വെച്ചതാ, എന്തെങ്കിലും മാറ്റം എനിക്ക് ഉണ്ടാവണ്ടോ? ഒന്ന് പോടേ. എവിടെ മാറിയെന്നാ പറയണേ? നമ്മളെപ്പോലെ ഇതുപോലെ കൺവെൻഷൻ കൂടുന്ന ആരാണ്? എത്ര കൺവെൻഷൻ കൂടിയിട്ടുണ്ട് നമ്മള്? ചിന്തിച്ചു നോക്കിയേ, എന്തോ ഒരു പ്രസംഗങ്ങളെ കേൾക്കണേ. അതെ, ഈ കുട്ടികളെ വേദപാഠ ക്ലാസ് ഉണ്ട്, കാറ്റഗീസം ക്ലാസ്. നിങ്ങൾക്കതെന്താ ഉണ്ടെങ്കിൽ എന്ന് പറ. എന്റെ ധ്യാനം എപ്പോഴും ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം കേട്ടോ. കാറ്റഗീസം ക്ലാസ് ഉണ്ട്. നിങ്ങളെ എനിക്ക് പോയ പരിചയം അനുസരിച്ച് നിങ്ങളുടെ ജീവിതാവസാനം വരെ കാറ്റഗീസമാണ് അല്ലേ? ആണല്ലയോ? അതെ. 1ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെയ്തിരുന്നപ്പോ കുട്ടികളെ ഇങ്ങനെ വട്ടിയിരുത്തി ടീച്ചർ പഠിപ്പിച്ച മക്കളെ എവിടെ പോണം? കേട്ടില്ല? എവിടെ പോണം? കൊയറിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലേ? എവിടെ പോണം? സ്വർഗത്തിൽ പോണം. 1ാം ക്ലാസ് തൊട്ട് +2 കഴിഞ്ഞു, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പറയാം എവിടെ പോണില്ലെന്ന്, എവിടെ പോണില്ലെന്ന്, എവിടെ പോണില്ലെന്ന്. സ്വർഗത്തില് എത്ര കൺവെൻഷൻ കൂടി, എന്തോരം ധ്യാന പ്രസംഗം കേൾക്കുന്നുണ്ട്. 10 ദിവസം, എത്ര ദിവസം ഉണ്ട്? 9 ദിവസം. ഈ പാവപ്പെട്ട കഷ്ടപ്പെട്ട അച്ഛന്മാരെ അങ്ങനെ ഓരോന്നിനെ വിളിച്ചോണ്ട് വന്നേക്കാം. നന്നാവണമെങ്കിൽ നന്നാവട്ടെ, ശരിയാവാണെങ്കിൽ ശരിയാവട്ടെ, ഒരു മാറ്റം ഉണ്ടാവട്ടെ. എന്നിട്ട് നമ്മൾ നന്നാവോ? ഇല്ലെന്നാ കോയറിലെ കറക്റ്റാ, അവരെ വെളികൊണ്ടിട്ടാ. അവൻ പറയാൻ നന്നാവില്ലെന്ന്. ഞാൻ പ്രസംഗിക്കണോടങ്ങി. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ. അതൊക്കെ കറക്റ്റായിട്ട് അറിയാം. നിങ്ങളുടെ ജീവിതം വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നന്നാവാനുള്ള വഴികളൊക്കെ നമുക്കറിയാതെ. സത്യവേദ പുസ്തകമൊക്കെ വായിച്ച് വചനങ്ങളൊക്കെ പഠിക്കുന്നവരാ നിങ്ങള്. നന്നായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരാ നിങ്ങള്. ഇഷ്ടം പോലെ വചനങ്ങൾ കാണാപ്പാടൊക്കെ നമുക്കറിയാതെ. പക്ഷെ നന്നാവാ ക്ഷമിക്കാൻ പറ്റുമോ? എന്റെ പൊന്നച്ച, അത് മാത്രം പറയുന്നത്. ക്ഷമിക്കാൻ പറ്റുമോ? പറ്റും.
പറ്റിക്കുന്നു. പൊറുക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റും. പറ്റും. ഇത്രയുള്ളൂ. നമ്മുടെ ജീവിതത്തിന് ഇതൊക്കെ അറിയാതെ വചനങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ധ്യാനിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, വചനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നവരാ, ചിന്തിക്കുന്നവരാ, ഒക്കെ ശരിയാ. പക്ഷെ എന്തെങ്കിലും ചങ്കിന്റെ അകത്ത് കയറുണ്ടോ? എന്തെങ്കിലും മാറ്റം ഉണ്ടാവണ്ടോ? ആരെങ്കിലും പറയോ എന്റെ അച്ഛ ഈ കൺവെൻഷൻ കൂടിയിട്ട് ഞാനൊന്ന് നന്നായി പറയോ? ഒരാളെങ്കിലും ഇച്ചിരിയെങ്കിലും മാറിക്കഴിഞ്ഞാൽ എന്റെ ദൈവത്തിന് മുന്നിൽ വരും. എനിക്ക് അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങളെല്ലാവരും നന്നാവുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. നന്നായ ആർക്കോ ഉള്ള ആർക്ക്? നമുക്കോ? ഞാനെപ്പോഴും നിങ്ങളിൽ പെട്ടെ ആർക്കോ ഉള്ള? എനിക്ക്, ഞങ്ങൾക്കല്ല, എനിക്കും ഉള്ള. അതുകൊണ്ട് നന്നാവണമെങ്കിൽ നന്നാവും. കർത്താവ് പറഞ്ഞു വെച്ച വളരെ സുന്ദരമായൊരു വചനമുണ്ട്, ചെവിയുള്ളവൻ. കർത്താവിനെ അറിയാം എല്ലാവർക്കും ചെവിയുണ്ട്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ചിലത് എന്തോരം പറഞ്ഞാലും എന്റെ ചേച്ചി കേൾക്കൂലെന്ന്. ആ ചേച്ചി നിൽക്കുന്ന സ്റ്റാൻഡ് അത് കൊള്ളാട്ടോ, പോകുമ്പോ കൊള്ളാട്ടം പറയുന്നത് എഴുന്നേക്കുന്നേ. എന്നിട്ട് കർത്താവ് പറഞ്ഞേ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തുകൊണ്ടാ ചേച്ചി അങ്ങനെ പറഞ്ഞേ? എന്തോരം പറഞ്ഞാലും കേൾക്കാത്തവരെ പലരും കേൾക്കണുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കയറണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചേച്ചി ഇരുന്നോ, ജീവിതത്തിലെ എന്തെങ്കിലും ഉള്ളിലേക്ക് അങ്ങോട്ട് കയറട്ടെ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. തമ്പുരാൻ പഠിപ്പിച്ച വചനങ്ങൾക്ക് അഴകുണ്ടാവുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അർത്ഥം ഉണ്ടാവുള്ളൂ. ആ അർത്ഥത്തിലേക്കും അഴകിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനങ്ങളിലേക്കും മാറാൻ ഈ ധ്യാനം, ഈ കൺവെൻഷൻ ഇടയാക്കട്ടെ എന്ന് മാത്രം ആദ്യമേ പ്രാർത്ഥിക്കുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.